1956 സ്ഥാപിതമായ ഒരു മോട്ടോർ കമ്പനി. ശേഷം 1967 അന്ന് നിലവിലിരുന്ന കപ്പിൾഡ് പമ്പുകളെ റീപ്ലേസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു മോണോബ്ലോക്ക് പമ്പ് മാനുഫാക്ചർ ചെയ്തു. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് മാനുഫാക്ചറായ ടെക്സ്മോ-അക്വാടെക്സ് അക്വാ ഗ്രൂപ്പിൻ്റെ ഒരു മോണോബ്ലോക്ക് പമ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 60 വർഷങ്ങളോളമായി മറ്റ് പരസ്യ പ്രചാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പമ്പ് നിർമ്മാതാക്കളുടെ രംഗത്തേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു കമ്പനിയാണ് ടെക്സ്മോ-അക്വാടെക്സ് അക്വാ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അക്വാ ഗ്രൂപ്പിൻ്റെ 7 സീരീസിൽ പെടുന്ന അവരുടെ പ്രീമിയം റേഞ്ചിൽ പെടുന്ന ഒരു പമ്പിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മെയിനായിട്ട് ഒരു പമ്പിന് വേണ്ട 3 ഗുണഗണങ്ങൾ എന്ന് കമ്പനി വിശ്വസിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ക്വാളിറ്റി, ഒന്ന് റിലയബിലിറ്റി, ഒന്ന് ഡ്യൂറബിലിറ്റി. ഈ 3 കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു പമ്പാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് ചെയ്യുന്നത്. ഇത് 2 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, നമ്മളിത് ആദ്യം ഇതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യും. പമ്പിന് വരുന്ന കറണ്ട് കൺസപ്ഷൻ, ഡിസ്ചാർജ്, RPM മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മളിത് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് എന്തുകൊണ്ട് ഈ പമ്പിന് ഇത്ര വില വരുന്നു, സാധാരണ ഒരു വില കുറഞ്ഞ പമ്പുകളിലും മീഡിയം റേഞ്ച് പമ്പുകളുള്ള ഈ മാർക്കറ്റിൽ എന്താണ് ടെക്സ്മോയുടെ പ്രാധാന്യം എന്നത് ഇത് ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓരോ സ്പെയർ പാർട്സുകളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ടെക്സ്മോയുടെ ഒരു പമ്പിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ടെക്സ്മോയുടെ തന്നെ 7 സീരീസിൽ വരുന്ന ഒരു പ്രീമിയം മോണോബ്ലോക്ക് പമ്പാണ്. ഇത് 1 HP 1.25 ഇഞ്ച് സെക്ഷനും 1 ഇഞ്ച് ഡെലിവറി സൈസിലുള്ള ഒരു സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പാണ്. ഈ പമ്പിൻ്റെ ടെസ്റ്റിങ്ങിനായിട്ട് 2 പേരാണ് നമ്മളിന്ന് സഹായിക്കാൻ എത്തിയിരിക്കുന്നത്. 2 പേരും 30 വർഷത്തോളം പമ്പ് മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ സ്വന്തം ടെക്നീഷ്യൻ ബിനിച്ചേരനാണ്, മറ്റൊന്ന് ജയദേവൻ സാറാണ്. ടെക്സ്മോ പമ്പ്സുമായിട്ട് ഏകദേശം 30 വർഷത്തോളം പരിചയത്തിലുള്ള ഒരു ആളാണ്. ആളെയും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഹായ് സുഹൃത്തുക്കളെ, തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ടെക്സ്മോയുടെ ഒരു മോട്ടറിനെ കുറിച്ചുള്ളതാണ്. എൽദോസ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മോട്ടർ അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മോട്ടറിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുക. ഇത് ഈ കമ്പനി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ആണോ എന്ന് ഇതിനഴിച്ച് നമ്മളിതിൻ്റെ വൈൻഡിങ് കാര്യങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആക്സറീസ് ഇതെല്ലാം ചെക്ക് ചെയ്യും. ഇത് ജയദേവൻ സാറാണ്. ഇദ്ദേഹം ടെക്സ്മോയിലും ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം വിദേശത്തും സ്വദേശത്തുമായിട്ടും 30 വർഷത്തോളം നല്ല എക്സ്പീരിയൻസ് മോട്ടറിൻ്റെ കാര്യങ്ങളിലുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. ഇന്ന് ഞങ്ങൾ 2 പേരും കൂടിയായിരിക്കും ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഏകദേശം 11,000 രൂപ വില വരുന്ന ഒരു പമ്പാണിത്. അപ്പോഴൊരു ചോദ്യം വരുന്നത്, ഇതിലും വില കുറഞ്ഞ പമ്പുകൾ മാർക്കറ്റിൽ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് നയിച്ച സംഭവം. ഈ പമ്പിൻ്റെ പെർഫോമൻസ് കമ്പനി പറയുന്ന പ്രകാരം 6ാമത്തെ മീറ്റർ ഉയരത്തിൽ 200 ലിറ്റർ വെള്ളവും 22ാമത്തെ മീറ്റർ ഉയരത്തിൽ 120 ലിറ്റർ വെള്ളവുമാണ് മിനിറ്റിൽ കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് വെച്ചിട്ട് ഇവനെ നമ്മൾ എന്നും ചെക്ക് ചെയ്യുന്ന പോലെ പ്രഷർ ഗേജ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളിതിൻ്റെ പ്രഷറും ഡിസ്ചാർജും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. മോട്ടർ ടെസ്റ്റിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് മോട്ടറെല്ലാം കണക്ട് ചെയ്തു. എത്ര ആംബിയർ റീഡ് ചെയ്യേണ്ടെന്ന് ഉള്ളതിന് ക്ലാമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മീറ്റർ മുതൽ 22 മീറ്റർ വരെയാണ് കമ്പനി ഇതിന് റേഞ്ച് പറയുന്നത്. അതായത് ലോ ഹെഡിലും ഹൈ ഹെഡിലും ഒരുപോലെ വർക്ക് ചെയ്യിക്കാം. 6 to 22 ആ റേഞ്ചിലുള്ള ഒരു 1-2 റേഞ്ചിലുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാം. പ്രഷർ, ഡിസ്ചാർജ് ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ മോട്ടർ ഓൺ ചെയ്യാം. അപ്പോൾ ഈ മോട്ടറിൻ്റെ റേറ്റഡ് ഹെഡ് 20 മീറ്ററും റേറ്റഡ് ആംബിയർ 6 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ മോട്ടർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ 0 ഹെഡാണ് എന്ന് വേണേൽ പറയാം. കാരണം വെള്ളത്തിൻ്റെ ലെവലിലും 1 മീറ്റർ ഹെഡ് 1 മീറ്റർ കഷ്ടി അത്രേ ഉള്ളൂ. ഒരിക്കലും ഈ പമ്പ് ഈ രീതിയിൽ വർക്ക് ചെയ്യാൻ പെർമിസിബിൾ അല്ല. 6 മീറ്റർ എങ്കിലും മിനിമം ഹെഡ് അതിന് കിട്ടിയിരിക്കണം. അതാണ് കമ്പനി സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് ഹെഡ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ഈ 0 ഹെഡിലും എത്ര ആംബിയർ വേരിയേഷൻ വരുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ഓൺ ചെയ്തേ. അപ്പോൾ ഈ 0 ഹെഡിൽ ഈ മോട്ടർ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 7.19 7.20 7 സംതിങ് 7 ആംബിയർ സംതിങ് ആണ് ഇപ്പോൾ എടുക്കുന്ന കറണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇപ്പം അതായത് 0 ഹെഡ് ഇത് ശരിക്കും ഹെഡ് ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നിട്ടും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 8 ആംബിയറൊക്കെ കറണ്ട് ദിവസമായിട്ട് കൺസ്യൂം ചെയ്യാൻ അച്ചീവ് ചെയ്യേണ്ട കേസാണ് ലോ ഹെഡിൽ.
അപ്പോൾ എന്നിട്ട് അത് വന്നാൽ പോലും ഈ മോട്ടോർ സ്പെസിഫൈ ചെയ്തിട്ട് 7 ആമ്പിയർ സംതിങ് കറണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇനി നമുക്കിത് ലോഡ് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടോർ ഓൺ ചെയ്ത് നമ്മൾ 1 kg പ്രഷർ സെറ്റ് ചെയ്തു. 7.3 ആണ് ഇപ്പോൾ റീഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അത് ഇനി ആ റേഞ്ചിൽ എത്ര ലിറ്റർ വെള്ളം ഡിസ്ചാർജ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓഫ്. അപ്പോൾ നമ്മൾ ആ ബക്കറ്റിൽ വെള്ളം 23 ലിറ്റർ വരും. 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റ് ഫുള്ളാകുമ്പോൾ 23 ലിറ്റർ വെള്ളം നമുക്ക് കിട്ടും. ഏകദേശം 6 സെക്കൻഡിൽ ആ ബക്കറ്റ് ഫില്ലായി. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 228 ലിറ്റർ വെള്ളം ഒരു മിനിറ്റിൽ ഡിസ്ചാർജ് പമ്പ് തരുന്നുണ്ട് നമുക്ക്. കമ്പനി 200 ലിറ്ററേ ആ റേഞ്ചിൽ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം നമുക്ക് ഡിസ്ചാർജ് പമ്പ് കൂടെ മെഷർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 1-2 റേഞ്ചുകളോടെ നമുക്ക് ചെക്ക് ചെയ്യാം. 2 kg പ്രഷറിലാണ് ഇത് ചെയ്തത്. അതായത് ഒരു സാധാ ഒരു കിണറും ഒരു 2 നില വീടും ഉൾപ്പെടുന്ന വീട്ടിലേക്കുള്ള ഹെഡാണിത്. ഈ ഹെഡിലുള്ള പ്രഷർ 2 kg പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പമ്പ്. അപ്പോൾ പമ്പിൻ്റെ ഡിസ്ചാർജ് നല്ല ഡിസ്ചാർജ് ഉണ്ട്. 5.6 എന്നുള്ള റേഞ്ചിലാണ് ആംബിയറും കാണിക്കുന്നത്. 6 ആംസിൽ താഴെയാണ് പമ്പ് എടുക്കുന്നത്. പമ്പിൻ്റെ എക്കണോമി റേഞ്ചും നല്ല വർക്കിംഗ് പെർഫോമൻസ് ഉള്ള റേഞ്ചുമാണ് ഈ റേഞ്ച്. ഇനി ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം വരുന്നു എന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ 20 മീറ്റർ ഹെഡിൽ 2 kg പ്രഷറിൽ ഏകദേശം 9 സെക്കൻഡിന് 23 ലിറ്റർ വെള്ളം, അതായത് ഒരു 165 ലിറ്റർ വെള്ളം ഡിസ്ചാർജ് നമുക്ക് കിട്ടി. മറ്റ് പമ്പുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ല ഡിസ്ചാർജ്. സാധാരണ ഒരു മോട്ടറിന് കിട്ടുന്നത് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 120 ലിറ്റർ മാക്സിമം ആണ്. ഇത് 160-170 ലിറ്റർ വെള്ളം ആണ്. അത് 2 ലിറ്റർ പെർ സെക്കൻഡായി 120 ലിറ്റർ വെള്ളം വരുമ്പോൾ. അതുപോലെ തന്നെ കറണ്ട് റേറ്റും വളരെ താഴെയായി. 5.5 ആമ്പിയറിലേക്ക് കറണ്ട് റേറ്റ് താന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷട്ട് ഓഫ് റേഞ്ച്, അതായത് 22 മീറ്ററാണ് കമ്പനി പറയുന്നത്. ഈ പമ്പ് സുഖമായിട്ടൊരു 25 മീറ്ററിൽ ഡിസ്ചാർജ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് അതിൻ്റെ ഷട്ട് ഓഫ് റേഞ്ച് ഒന്ന് നോക്കാം. ഇപ്പോൾ 2 kg പ്രഷർ. ഇനി അത് ലോഡ് ചെയ്യുകയാണ്. ഏകദേശം 2.5 kg എടുത്ത് പ്രഷർ ഗേജ് ലോഡായിട്ടുണ്ട്. അതായത് ഒരു 25 മീറ്ററൊക്കെ വരുമ്പോഴത്തേക്കും ഡിസ്ചാർജ് തീരെ കുറഞ്ഞ് ഷട്ട് ഓഫിലേക്കാവും. ഇപ്പോൾ എടുക്കുന്ന ആംബിയർ 3.5 ആണ്. 3.5 ആംബിയർ ആണ് ഈ പമ്പ് ഇപ്പോൾ അതിൻ്റെ മാക്സിമം റേഞ്ചിലേക്ക് പോയാൽ, അതായത് ഒരു 1/2 HP മോട്ടർ എടുക്കുന്ന കറണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ഇത് ഏതാണ്ട് അല്ലേ, ടെസ്റ്റിംഗ് ഏതാണ്ട് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അത് വ്യക്തമായി കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിലിൽ വരുന്ന ഈ ഹെഡ്, അതായത് ഡ്യൂട്ടി പോയിന്റ് ഹെഡ് പറയുന്നത് സാർ പറഞ്ഞ പോലെ ആ ഇതായിരിക്കും കമ്പനി ബെസ്റ്റ് എഫിഷ്യൻസി ഹെഡായിരിക്കും എല്ലാ പമ്പുകളുടെയും നെയിം പ്ലേറ്റിൽ മാർക്ക് ചെയ്യുന്നത്. ചെറിയൊരു അഭിപ്രായം, എൻ്റെ ഒരു ഇത്രയും കാലത്തെ പരിചയം വെച്ച ഒരു ചെറിയൊരു അഭിപ്രായം പറയാം. നമ്മൾ എപ്പോഴും ഒരു പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മിനിമം ഹെഡിലേക്കും പോകാതിരിക്കുക, മാക്സിമം ഹെഡിലേക്കും സജസ്റ്റ് ചെയ്യാതെ ഒരു ബെസ്റ്റ് എഫിഷ്യൻസി പോയിൻ്റ്, അതായത് BEP എന്ന് പറയും, ബെസ്റ്റ് എഫിഷ്യൻസി പോയിൻ്റ്, അതായത് അതിൻ്റെ ഡ്യൂട്ടി പോയിൻ്റ് ഹെഡായിട്ടുള്ള അതിൽ 20 മീറ്ററാണ് ഇതിൻ്റെ ഡ്യൂട്ടി പോയിൻ്റ് ഹെഡ്. ഈ ഡ്യൂട്ടി പോയിൻ്റ് ഹെഡിന് വേണ്ടിയിട്ട് നമ്മൾ പമ്പ് സജസ്റ്റ് ചെയ്യുക, ആ പമ്പ് സെലക്ട് ചെയ്യുക, അതിന് പറ്റിയ പമ്പ് സെലക്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കറണ്ട് ചിലവാകും, അപ്പോൾ കറണ്ട് ബില്ല് കൂടും. മറ്റേ മാക്സിമം ഹെഡിലേക്ക് പോയാൽ അപ്പോൾ ഡിസ്ചാർജ് കുറയുമ്പോൾ അതുവഴിയും നമുക്ക് കറണ്ട് കൂടുതൽ ചിലവായി പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി പോയിന്റിൽ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിത് ഇനി അഴിച്ച് പൊളിച്ച് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് മോട്ടർ ഞാനങ്ങ് അഴിക്കാൻ പോവുകയാണ്. നോക്കോളൂ. റിയർ കവറിന് അടിയിലും വെച്ചിട്ട് പേരുണ്ടാവും, റിയർ കവറിന് അടിയിലുണ്ടാവും, ഫ്രണ്ടിലും ഉണ്ടാവും. പമ്പിൻ്റെ മുകളിലും ടെക്സ്മോ എന്നുണ്ടാവും. അതുപോലെ നെയിം പ്ലേറ്റിലും ടെക്സ്മോ എന്ന് എഴുതിയിട്ടുണ്ടാവും, അക്വാ ഗ്രൂപ്പ് ടെക്സ്മോ എന്ന് എംബ്ലം ഉണ്ടാവും. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്താ വെച്ചാൽ പല കമ്പനികളും കൊണ്ട് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അനുകരണങ്ങൾ ധാരാളമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അനുകരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല ഓതറൈസ്ഡ് ഡീലർ, തുണ്ടത്തിൽ പോലത്തെ ഡീലർമാരോട് അവരോടൊക്കെ ചോദിച്ചിട്ട് പമ്പ് വാങ്ങിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ RPM ഒന്ന് ചെക്ക് ചെയ്യാം. 2900 സംതിങ് ആണ് ഇതിൻ്റെ RPM കാണിക്കുന്നത്. നോ ലോഡിലാണ്. അപ്പോൾ പമ്പ് നോ ലോഡിലാണ് ഓടുന്നത്. അപ്പോൾ ഇത് നോർമലി 2900 വരും പമ്പ് ലോഡായി കഴിയുമ്പോൾ. ഇതിൽ കപ്പാസിറ്ററിൻ്റെ 2 പേര് കൊടുത്തിട്ടുണ്ട്. ഇത് മെയിൻ വൈൻഡിങ് റണ്ണിങ് കോയിലാണ്, ഇത് സ്റ്റാർട്ടിങ് കോയിലാണ്. ഇതിൽ
നമ്മൾ TOPയിലേക്ക് പോകുന്ന വയറാണ്. ഇതിനകത്തൊരു TOP ഉണ്ട്. ഇത് എല്ലാ കമ്പനികളും നമ്മൾ ഇതിന് പുറത്തൊന്നും കാണിക്കാറില്ല. പക്ഷേ ഇത് ഒരു മോട്ടറിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ എടുത്തു പറയാറില്ല. TOP എല്ലാ മോട്ടറുകളിലും ടെക്സ്മോൻ്റെ സിംഗിൾ ഫേസ് എല്ലാ പമ്പുകൾക്കും TOP ഉണ്ട്. A1 A2 A1 A2ലാണ് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി 2 നട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവും കമ്പനി. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കൽ. പലരും തെറ്റിദ്ധരിച്ച് ചുവപ്പ് കാണുമ്പോൾ ചുവപ്പിലും കറുപ്പിലും കൊടുക്കുക. അപ്പോൾ മോട്ടോർ വിപരീതമാണ് കറങ്ങുക. കമ്പനി എന്താ ലീഡ് വയർ ഇട്ട് വെക്കാത്തതെന്ന് പറഞ്ഞാൽ 90% ആൾക്കാരും ലീഡ് വയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ ഇൻസുലേഷൻ ടൈപ്പ് ചിറ്റിയിട്ട് എടുക്കുമ്പോൾ അവിടെ ലൂസ് കോൺടാക്ട് വരും. അല്ലെങ്കിൽ വയർ ട്രാൻസ്പോർട്ടേഷനിലോ മറ്റുള്ള കാര്യങ്ങളോ ലൂസായിട്ടുണ്ടാവും. അപ്പോൾ അത് വഴിയുള്ള ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ലൂസ് കോൺടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി വയർ പുറത്തേക്ക് ലീഡ് വയർ പുറത്തിടാത്തതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ മോട്ടോർ ഭാഗം നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ബിൻചേട്ടാ വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഒരു പമ്പ് എന്താണ് അല്ലേ? അപ്പോൾ നമ്മളിതെല്ലാം ഡിസ്മാൻറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിലാദ്യം നമ്മൾ കാണിച്ചിട്ടുള്ളത് പമ്പ് കേസിങ് അഥവാ വൊല്യൂട്ട് കേസിങ്. ഇതാണ് നമ്മുടെ പമ്പിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പമ്പ് ഡൂം എന്ന് പറയും. പലരും പല പേരിൽ പറയും. പക്ഷേ സാധാരണ രീതിയിൽ വൊല്യൂട്ട് കേസിങ് അല്ലെങ്കിൽ പമ്പ് കേസിങ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ പേര്. ഇതിനകത്ത് നമ്മൾ ഇത് കാസ്റ്റേണൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫുഡ് ഗ്രേഡ് കാസ്റ്റേൺ എന്ന് പറയും, അല്ലെങ്കിൽ 250 ഗ്രേഡിലുള്ള കാസ്റ്റേൺ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് പോളിയുറത്തീൻ ഇനാമൽ വെച്ചിട്ട് നമ്മൾ ആൻറ്റി റസ്റ്റ് കോട്ടിംഗ് എന്ന് പറയും. ആൻറ്റി റസ്റ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് പോളിയുറത്തീൻ ഇനാമലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇത് അതിൽ കാണാൻ പറ്റും. കുറേ കാലം തുരുമ്പെടുക്കുക അല്ലെങ്കിൽ തേയ്മാനം വരെ റസ്റ്റ് പ്രൂഫ് ഇനാമൽ ചെയ്തുകൊണ്ട് കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് ട്രബിൾ ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇനി നമ്മൾ അതിൻ്റെ അടുത്തതായിട്ട് പറയുന്നത് അതിൻ്റെ ഇമ്പലറാണ്. ഈ ഇമ്പലറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ബ്രോൺസ് ഇമ്പലറാണ്. ബ്രോൺസ് ഇമ്പലർ ആയതുകൊണ്ട് ഇത് വളരെ കോസ്റ്റ്ലിയാണ്. മാത്രമല്ല ബ്രോൺസ് ഇമ്പലർ ഇത് വെയിറ്റ് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ബാലൻസ് ചെയ്ത് കാണാൻ കഴിയും. അതുപോലെ ഇത് വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 150 മില്ലിഗ്രാമാണ് വെയിറ്റ് ബാലൻസിങ്ങിൻ്റെ. നമ്മുടെ 100 തൊട്ട് 150 മില്ലിഗ്രാം വരെ അത്രയും അക്യുറസിയിലാണ് വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ബെയറിങ്ങിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ തേയ്മാനം അൺഈവൻ, അതായത് ഒരേ സ്ഥിരതയിൽ വെള്ളം കിട്ടും. അതുപോലെ വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കുറഞ്ഞിട്ടും ഒരേപോലെ കറണ്ട് കൺസംഷൻ കറക്റ്റായിട്ട് വരും. ഇതൊക്കെയാണ് വെയിറ്റ് ബാലൻസിങ്ങിൻ്റെ പ്രത്യേകത. ടെക്സ്മോ പമ്പിന് എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാ റൊട്ടേറ്റിംഗ് പാർട്സും തിരിയുന്ന എല്ലാ ഭാഗങ്ങളും വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്. ഇത് മെക്കാനിക്കൽ സീലിൻ്റെ മുകളിൽ ഇത് എങ്ങനെ ഒരു ബുഷ് കാണും. 19 mm ബുഷാണ്. നമ്മുടെ 0.5 HP തൊട്ടിട്ട് 2 HP വരെ 19 mm ബുഷാണ് നമ്മൾ ടെക്സ്മോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചോദ്യം വരും, മറ്റ് പല കമ്പനികൾക്കും 12 mm, 16 mm, 14 mm. അപ്പോൾ ഒരു മെക്കാനിക്കിന് എത്ര സീൽ കൊണ്ടുപോകണം നമുക്കെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് 19 mm സീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സീൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ടൈറ്റായി നിൽക്കും. ഇവിടെ ഒരു ഡൗട്ട് ഉള്ളത്, ഇവിടെ അവിടെ ഒരു ഓറിങ് ഉണ്ടാവും. ഓറിങ് പോയി കഴിഞ്ഞാൽ മെക്കാനിക്കൽ സീൽ ലീക്കാവും. അപ്പോൾ അത് സീലിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല, ഓറിങ് പൊട്ടിപ്പോയതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും ചോദിക്കുന്നത് ടെക്സ്മോ അയക്കുന്നവർക്കുള്ള പൊതുവേ ഉള്ളൊരു പരാതിയാണ് മെക്കാനിക്കൽ സീൽ ലീക്കാവുണ്ട്. അതിനുള്ള റീസൺ അത് അവർ തീരെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അഴിച്ച സമയത്ത് ഇതൊരു ചെറിയൊരു പതിഞ്ഞ് കിടക്കുന്ന ഒരു വാഷ് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ സീൽ ബേസ്, ഇത് സെറാമിക് വേഴ്സസ് കാർബണാണ്. ഇത് കണ്ടില്ല, ഇത് ഹൈ ക്വാളിറ്റി സെറാമിക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കാർബണാണ്. സെറാമിക് വേഴ്സസ് കാർബണാണ് ഈ മെക്കാനിക്കൽ സീൽ വരുന്നത്. ഇതിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് പമ്പ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് കവർ എന്ന് പറയും. എളുപ്പത്തിന് നമ്മൾ ഫ്രണ്ട് കവർ എന്ന് പറയും. ഇത് പമ്പ് ബ്രാക്കറ്റ് എന്ന് പറയും. ഇതിൻ്റെ പിന്നിൽ വരുന്നത് ബെയറിംഗ് ഉണ്ട്. ബെയറിംഗ് ഫ്രണ്ടിൽ വരുന്നത് ഓപ്പൺ ബെയറിംഗ് ആണ്. അതിന് ബെയറിംഗ് ഗ്രീസ് നിൽക്കാൻ വേണ്ടി ഒരു ഗ്രീസ് കപ്പ് കൊടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് ഗ്രീസ് കപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. വൈൻഡിങ്ങിലേക്ക് വെള്ളം കിടക്കാതിരിക്കാൻ ഒരു വാട്ടർ ത്രോയർ ഉണ്ട്. അത് ഒരു മിനിറ്റ് അത് കാണിക്കാം. വെള്ളം കിടക്കാതിരിക്കാൻ ഒരു വാട്ടർ ത്രോയർ അല്ലെങ്കിൽ ഒരു വാട്ടർ കട്ടിംഗ് വീൽ എന്ന് പറയും. പലരും പല ഭാഷയിൽ പറയും. വാട്ടർ ത്രോയർ എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. പിന്നെ ഇതിൻ്റെ മെഷീനിങ് എന്ന് പറയുന്നത് CNC മെഷീനാണ്, അല്ലെങ്കിൽ റോബോട്ടിക്സിലുള്ള മെഷീനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 100 എണ്ണം ഇതേ പമ്പ്, ഈ മോഡലിൻ്റെ 100 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു പലയിടത്തുനിന്ന് ഈ പമ്പിൻ്റെ വേറെ ഒന്നിലേക്ക് ഇട്ടാലും 1000 എണ്ണം എടുത്തിട്ട് മാറ്റി വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിലിറ്റി, ഈ സ്പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം ഒരേ മോഡലിൻ്റെ. റോട്ടറിൻ്റെ മുകളിലും ആൻറ്റി കൊറോഷൻ കോട്ടിങ് ACC എന്ന് പറയും. ആൻറ്റി കൊറോഷൻ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മോഡലിന്, ഈ പമ്പിൻ്റെ ഈ മോഡലിന് HCS730 എന്ന് പറയുന്ന ഈ മോഡലിന് ഫ്രണ്ടിലുള്ള ബെയറിങ് 6304 ബാക്കിലുള്ള ബെയറിങ് 6203 രണ്ടും SKF ബെയറിംഗ് ആണ്. നമ്മൾ എല്ലാ പമ്പിലും നമ്മൾ ഉപയോഗിക്കുന്ന SKF ബെയറിംഗ് ആണ്. മാത്രമല്ല ഇതും വെയിറ്റ് ബാലൻസ് ചെയ്താണ്. നിങ്ങൾക്കിത് അവിടെ നോക്കിയാൽ കാണാം. തിരിയുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ
ഇതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ലാമിനേഷൻ, ഇതിൻ്റെ സ്റ്റാമ്പിങ് എന്ന് പറയുക, അല്ലെങ്കിൽ കോറ് നിങ്ങൾ പറയുന്നത്, ഇത് നമ്മൾ LCS എന്ന് പറയും, ലോ കാർബൺ സിലിക്കോൺ ലാമിനേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തീരെ കാർബൺ ഉണ്ടാവില്ല, അത് ഉരുക്കി ചൂടാക്കിയിട്ട് കാർബൺ കളഞ്ഞ് ഏറ്റവും നല്ല പച്ചിരുമ്പാക്കിയിട്ട് ശുദ്ധീകരിച്ച പച്ചിരുമ്പായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ വൈൻഡിങ് വയർ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഇനാമൽഡ് വയറാണ്. അത് 2000 B ക്ലാസ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ 137 ഡിഗ്രി വരെ താപപ്രതിരോധ ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാമിനേഷൻ CRGO എന്ന് പറയും, കോൾഡ് റോൾഡ് ഗ്രേ ഓറിയൻറ്റഡ് ലാമിനേഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് TOP, എല്ലാ മോട്ടറുകളിലും നമ്മുടെ TOP വെച്ചിട്ടുണ്ട്. ടെക്സ്മോൻ്റെ എല്ലാ പമ്പ് സെറ്റുകളിലും സിംഗിൾ ഫേസ് പമ്പിലും TOP ഉണ്ട്. പക്ഷേ അതെ, എല്ലാറ്റിലും TOP ഉണ്ട്. പക്ഷേ നമ്മളത് ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല, കാരണം ഇതൊരു പമ്പിന് വേണ്ട മിനിമം എല്ലാ പമ്പിനും വേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിൽ ട്രിപ്പിൾ ഇംപ്രിഗ്നേറ്റഡ് വാർണിഷിംഗ് എന്ന് പറയും, അതായത് വാർണിഷിങ്. അതിലെന്താ വെച്ചാൽ ഇത് വാക്വം ഉപയോഗിച്ച് ഇതിന് ആദ്യം ബോഡി ഹീറ്റാക്കിയിട്ട് ഇതിലത്തെ ഈർപ്പം കളഞ്ഞിട്ട് വാക്വം ഉപയോഗിച്ചിട്ട് ട്രിപ്പിൾ ഇംപ്രിഗ്നേഷൻ എന്ന് പറയും. അതൊരു പ്രോസസ്സാണ്. ചെറിയ നട്ട് ബോൾട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ സാധനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ബെയറിങ്, നട്ട് ബോൾട്ട്, അതല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ സീല്, അല്ലെങ്കിൽ ഈ ചെറിയ ടെർമിനൽ പ്ലേറ്റ്, ഇത് ഒഴികെ ബാക്കിയുള്ള എല്ലാ 99%, അതായത് ഫാൻ കവർ തൊട്ടിട്ട് ഇമ്പലർ, ഇതെല്ലാം നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ മേജർ കോമ്പണൻസ് കംപ്ലീറ്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ കൂളിംഗ് ഫാൻ ഉണ്ട്. കൂളിംഗ് ഫാന് HDPE ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ്, സാധാരണത്തെ പോലെ പെട്ടെന്ന് പ്ലാസ്റ്റിക് അല്ല. നമുക്കൊരു പമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ന കാര്യം. ഏത് പമ്പാണെങ്കിലും ഒരു പമ്പ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ തുണ്ടത്തിൽ ട്രേഡേഴ്സായിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക. അതിനുശേഷം ഏത് പമ്പാണെന്നുള്ള ബിനിച്ചേട്ടനും ഒക്കെ അത് സപ്പോർട്ട് ചെയ്ത് അല്ല ഏത് പമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെ, അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് ഏത് പമ്പാണ് നല്ലത് എന്നുള്ള ബിനിച്ചേട്ടനും എൽദോ സാറും കൂടെ പറഞ്ഞുതരും. ടെക്സ്മോ പമ്പുകളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും നിങ്ങൾക്ക് കൂടുതൽ അറിവിനുമായിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്